ആർഷോയും പരിവാരങ്ങളും കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞിടത്ത് ആണൊരുത്തൻ നെഞ്ചു വിരിച്ച് കോഴിക്കോട് മിഠായിത്തെരുവിലൂടെ കുട്ടികൾക്കിടയിൽ സെൽഫിയും എടുത്ത് മുട്ടായിയും ഹൽവയും നുണഞ്ഞ് നടക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയും സഹാക്കളും കണ്ണു തുറന്ന് കാണുന്നുണ്ടോ? ഗവർണർ പ്രോട്ടോകോൾ ലംഘനം നടത്തി, ഗവർണറെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ഗവർണർ ഇങ്ങനെ നടക്കുന്നത്, എന്നിട്ടത് സഹാക്കന്മാരുടെ തലയിൽ കെട്ടിവെക്കാനാണ് എന്നൊക്കെ അന്തം കമ്മികളിൽ പലരും പലയിടത്തും ഒളിഞ്ഞും മറഞ്ഞുമിരുന്ന് പറയുന്നത് പുറത്തു വന്നിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഇപ്പോഴെങ്കിലും ചിലർക്ക് മനസ്സിലായി കാണും. 4 ബാനർ കണ്ടാലോ 2 ഊച്ചാളി വെല്ലുവിളി കേട്ടാലോ ഭയന്നോടുന്ന ആളല്ല കേരളത്തിൻ്റെ ഗവർണർ എന്ന് ഇപ്പോൾ ആർഷോയ്ക്കും ആർഷോയെ ഇതിനുവേണ്ടി നിയോഗിച്ചവർക്കും ആർഷോയ്ക്കൊപ്പം ചേർന്നവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനാണ്. സർക്കാരുമായി പരസ്യമായ ശീതയുദ്ധം പ്രഖ്യാപിച്ച ജനനിബിഡമായ വഴികളിലേക്ക് ഇറങ്ങിച്ചെന്ന ഗവർണർ കോഴിക്കോടെ മിഠായിത്തെരുവിനെ അക്ഷരാർത്ഥത്തിലാണ് കയ്യിലെടുത്തത്. മലയാളിയുടെ മനസ്സ് തനിക്കൊപ്പമാണ് എന്ന് പറഞ്ഞായിരുന്നു ഗവർണർ കോഴിക്കോട്ടെ ആൾത്തിരക്കുള്ള തെരുവിലേക്ക് എത്തിയത്. SFIയുമായുള്ള പോർവിളിക്ക് പിന്നാലെ കോഴിക്കോടെ ഏറ്റവും തിരക്കേറിയ മിഠായിത്തെരുവിലാണ് ഗവർണർ എത്തിയത്. കോഴിക്കോട് നഗരത്തിലെത്തിയ അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ നിന്നിറങ്ങി റോഡിനരികിൽ നിന്ന് കുട്ടികളെ വാരിപ്പുണർന്നു. അവരെ എടുത്ത് ഒക്കത്തിരുത്തി കുശലം ചോദിച്ചു. തുടർന്ന് തന്നെ കാണാൻ കൂടിയ നാട്ടുകാരോടെല്ലാം ഗവർണർ വിശേഷങ്ങൾ ആരാഞ്ഞു. പിന്നെ കാറിൽ കയറി പതിയെ മിഠായിത്തെരുവിലേക്ക്. അവിടെ ജനത്തിരക്കിലേക്ക് ഗവർണർ നടന്നിറങ്ങി. 40 മിനിറ്റാണ് ഗവർണർ ആ തിരക്കിൽ നിന്നത്. പോലീസ് സുരക്ഷ വേണ്ടെന്ന് പറഞ്ഞാണ് മിഠായിത്തെരുവിലെത്തിയത്. എന്നാൽ പോലീസും മറ്റുദ്യോഗസ്ഥരും സുരക്ഷാ വലയത്തിൽ തന്നെയായിരുന്നു ഗവർണർ. മിഠായിത്തെരുവിലേക്ക് എത്തിയ ഗവർണർ അലുവ വാങ്ങുന്നതിനായി ബേക്കറിയിലേക്ക് കയറി. ഇക്കാര്യം തൻ്റെ ഉദ്യോഗസ്ഥരോട് പോലും ഗവർണർ പറഞ്ഞിരുന്നില്ല. കടയുടമയോട് അലുവ മുറിച്ച് തൻ്റെ വായിലേക്ക് വച്ചു തരാൻ ഗവർണർ ആവശ്യപ്പെട്ടു. ഇത് കണ്ടു നിന്നവരെയെല്ലാം ഞെട്ടിപ്പിച്ചു. പിന്നീട് ജനങ്ങൾക്കൊപ്പം ചേർന്ന് നടത്തം. അടുത്തു വന്നവർക്കൊപ്പം സെൽഫിയും എടുത്ത് തോളിൽ തട്ടി ഗവർണർ അഭിവാദനം നൽകി. പലരും ഗവർണറെ കടകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടു പോകുന്നതും കണ്ടു. താൻ ഹൽവ വാങ്ങുന്നതിനായാണ് മിഠായിത്തെരുവിലെത്തിയതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. നിരവധി പേർ ഗവർണർക്ക് അഭിവാദ്യമർപ്പിക്കാൻ സ്ഥലത്തെത്തി. യുവാക്കളോടൊപ്പം ഗവർണർ സെൽഫി എടുത്തു. തന്നെ വെല്ലുവിളിച്ച പ്രതിഷേധക്കാർക്കുള്ള മറുപടിയായാണ് ഗവർണറുടെ സന്ദർശനം വിലയിരുത്തപ്പെടുന്നത്. ആരും ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. മാനാഞ്ചിറയിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ഗവർണർ. നേരത്തെ തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായിത്തെരുവിലൂടെ ഇറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. അസാധാരണ നീക്കത്തിൽ അമ്പരന്ന് നിന്ന ആളുകൾക്കിടയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. കടകളിൽ കയറി അദ്ദേഹം ആളുകളോട് കുശലം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് തന്നോട് വലിയ സ്നേഹമാണെന്ന് ഗവർണർ പറഞ്ഞു. ഇതിനിടയിൽ ചില BJP പ്രവർത്തകർ മുദ്രാവാക്യവുമായി അദ്ദേഹത്തെ പിന്തുടർന്നു. മിഠായിത്തെരുവിലുടനീളം നടന്ന ശേഷം അദ്ദേഹം ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു. ഹൃദയം നിറഞ്ഞ അനുഭവമാണ് ഈ യാത്ര സമ്മാനിച്ചത്. ജനങ്ങൾ തനിക്ക് സുരക്ഷ ഒരുക്കും. ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച ശേഷം ഗവർണർ പറഞ്ഞു. പിന്നീട് ഔദ്യോഗികമായി വാഹനത്തിൽ കയറി മടങ്ങുകയും ചെയ്തു.